ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. നമ്മുടെ ചാനലിനകത്ത് ഇന്നേ വരെ ഏകദേശം 10-30 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ ആ സ്ഥലത്ത് പോയതിന് ശേഷം ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോസ് ആയിരിക്കും. ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ GoPro യൂസ് ചെയ്ത് ഒരു വീഡിയോ എടുക്കുകയാണ്. നമ്മളിപ്പം പോകുന്ന സ്ഥലമൊക്കെ പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോഴല്ല നമ്മുടെ യാത്ര തുടങ്ങും. നമ്മുടെ യാത്ര തുടങ്ങിയത് ഇന്നലെയാണ്. ഇന്നലെ തുടങ്ങിയിട്ട് ഇന്ന് പുലർച്ചെ നല്ലൊരു വ്യൂയോട് കൂടി GoPro ഉദ്ഘാടനം ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കുതിരാൻ തുരങ്കത്തിലേക്ക് നമ്മളതിനെ കയറുകയാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ തുരങ്കത്തിൽ കയറുന്നത്. ഫസ്റ്റ് ടൈം തന്നെ GoPro വെച്ച് കയറാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു സത്യം. സംഭവം നൈസാണ്. അപ്പുറത്ത് ഇങ്ങോട്ട് വരുന്ന തുരങ്കം അടച്ചിട്ടേക്കാണ്. എൻ്റെ പണി എന്തോ നടക്കുകയാണ്. അതുകൊണ്ട് ഈ തുരങ്കം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും വണ്ടികൾ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. തിരക്ക് കുറവായതുകൊണ്ടായിരിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. തുരങ്കത്തിനകത്തൂടെ പോകുന്ന ഒരു ഫീല് എനിക്കിഷ്ടപ്പെട്ടു. നല്ല സൗണ്ടാണ് കേട്ടോ. നല്ല ഭയങ്കര ഒരു എക്കോ. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നതിൻ്റെയൊക്കെ. സൂപ്പർ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇരപ്പിച്ചങ്ങ് പോകായിരുന്നു ഇങ്ങനെ. പക്ഷേ നമുക്കിടെ ഈ സാധാ ബൈക്കൊക്കെ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തേക്കുന്നുണ്ട്. ഹോളുകളൊക്കെ പോയേക്കുന്നുണ്ട്. ഹോളല്ല, തുരങ്കത്തിൻ്റെ വേറെ വഴിയൊക്കെ പോയേക്കുന്നുണ്ട്. എങ്ങോട്ടുള്ളതെന്ന് അറിയത്തില്ല. ആദ്യമായിട്ട് കയറി വരുന്നതുകൊണ്ട് എന്താണ് സംഭവം എന്നൊന്നും അറിഞ്ഞുകൂടാ. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു മഞ്ഞാണ്. നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ പുറത്തേക്ക് നോക്കുമ്പം. മഞ്ഞെല്ലാം കൂടെ കോടയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തുരങ്കത്തിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല തുരങ്കത്തിനകത്ത് അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും നല്ല തണുപ്പ്. അതിരാവിലെ ആയതുകൊണ്ടേ ശരീരമൊക്കെ ഇങ്ങനെ കിടുങ്ങി വിറയ്ക്കുകയാണ്. നമ്മൾ ലോങ് ട്രിപ്പ് പോവുകയാണല്ലോ. ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ലോങ് ട്രിപ്പൊന്നുമല്ല, ഒരു ചെറിയ ലോങ് ട്രിപ്പ്. വേറെ ഒന്നുമല്ല, ഇടയ്ക്കാണെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കയറുമ്പോൾ ഒരു റീല് വരും. വേറെ ഒന്നുമല്ല, മസ്തനഗുഡ് വഴി ഊട്ടി. എൻ്റെ മോനെ, അത് കണ്ട് പോയേ പറ്റൂ എന്നൊരു ചിന്തയായി. അങ്ങനെ നിന്ന നിൽപ്പിൽ എടുത്ത് ചാടിയുള്ളൊരു തീരുമാനമാണ്. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. വലിച്ചു വാരി ബാഗിനകത്താക്കി. പിന്നെ നമ്മുടെ പ്രിയതമയുണ്ട് കൂട്ടെ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അത് വേറൊന്നുമല്ല, കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് കല്യാണം വന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് യാത്രയൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആഫ്റ്റർ മാരേജ് ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം GoPro ഉണ്ടല്ലോ. നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നേരമായി നമ്മൾ പാലക്കാട് കയറിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഈ രാവിലെ ഈ മഞ്ഞത്ത് കുറേ വയലുകളുടെയും ഗായത്രി പുഴ എന്ന് പറയുന്ന പുഴയൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ പാലത്തിൻ്റെ മേളിൽ കൂടെയൊക്കെയുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. കാരണം വീഡിയോ എടുക്കാൻ മാത്രം മാർഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ആ ഒരു സ്ലോ സ്പീഡിൽ വണ്ടി ഇങ്ങനെ ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. അല്ലാതെ വീഡിയോയിൽ നമുക്കത് വർണ്ണിച്ച് പറഞ്ഞു തരാൻ പറ്റത്തില്ല. മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചില ഫീലിങ്സൊക്കെ അങ്ങനെയാണ്. നമുക്ക് മറ്റൊരാളുടെ കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അനുഭവിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ റോഡാണെങ്കിലും നല്ല അടിപൊളി റോഡ് കേട്ടോ. കട്ടർ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വീതിയുണ്ട്. പല സ്ഥലത്ത് വീതി കുറവാണ്, പക്ഷെ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഒരുപാട് വണ്ടികൾ, ഇതേ ഒരു ബസ് വരുന്നുണ്ട് കണ്ടല്ലേ. ആ ബസ് ആ സൈഡിൽ കൂടെ പോയിക്കോളും. നമുക്കിവിടെ സുഖമായിട്ട് പോകാം. പിന്നെ റോങ് ആയിട്ടുള്ള റാഷ് ഡ്രൈവിങ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ജില്ലയിൽ കയറിയതിന് ശേഷം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. തമിഴ്നാട് കയറിയിട്ടും KL വണ്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള കുറവും ഞാൻ കാണുന്നില്ല. ഒരു KL വണ്ടി കണ്ട്. സീബ്ര ക്രോസിംഗ് ഒക്കെ ഉണ്ടെന്ന് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഇവിടെ ഇച്ചിരി സ്ഥലമുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് നേരം ഇറങ്ങി റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ബസ് സ്റ്റോപ്പാണോ എന്തായാലും ഇരിക്കാൻ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടെ റെസ്റ്റ് ചെയ്യട്ടെ. നിതംബങ്ങളൊക്കെ ഒരു പരുവായി. തൊട്ട് നോക്കണം അതൊക്കെ അവിടെ ഉണ്ടോയെന്ന്. ഓക്കെ, റബ്ബർ കാടാന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ പ്രിയതമ. പ്രിയതമയ്ക്ക് സ്വന്തമായിട്ട് ഹെൽമെറ്റ് പോലും അറിയത്തില്ല കേട്ടോ. സ്വന്തമായിട്ട് ഹെൽമെറ്റ് പോലും അറിയാത്തതുകൊണ്ട് ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് ഞാൻ ഊരി കൊടുക്കണം. ഹലോ ഒക്കെ അങ്ങോട്ട്. എൻ്റെ പൊന്നേ, ഇനി വലിച്ചു ഊരിക്കോളൂ, അതറിയാം. അയ്യടാ, നമ്മളിങ്ങനെ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള ആദ്യത്തെ കടമ്പ. ഇവിടെ ആനയുടെ തടി കൊണ്ടുള്ള ആനേനെയൊക്കെ പിടിച്ച് ലോറിക്ക് അതിട്ട് വെച്ചേക്കുന്നേ. തടിയല്ല ഏട്ടാ, പാളയാന്ന് തോന്നുന്നു. മുതുമലൈ ടൈഗർ റിസർവ്. മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കംസ് യു. അപ്പുറം ഇപ്പുറം എല്ലാം ഇല്ല കടുവയുടെ ഫോട്ടോസും കട്ടൗട്ടുകളും അതുമില്ല കേട്ടോ. ഇവിടെ ഫോറസ്റ്റ് ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കിംഗ്, ലിറ്ററിങ്, മ്യൂസിക്, ഫോട്ടോഗ്രാഫി, ഫീഡിങ്. ഫോട്ടോഗ്രാഫി ഒന്നും പറ്റത്തില്ലെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ കോപ്പറയും കൂടിഞ്ഞ് കയറി. ആ വാച്ചർ കണ്ട് കോപ്പറയും കൊണ്ട് കയറിയത്. അപ്പോൾ പിന്നെ യൂട്യൂബിലൊക്കെ എന്തോരം വീഡിയോസ്. അയ്യോ ആന, ആന, എൻ്റെ അമ്മ ആന, ആനോ, അയ്യോ അയ്യോ ആന റോഡിലടി, അയ്യോ എനിക്കയ്യ, അയ്യോ ആരടി, ഭഗവാനെ സോറി ഗൈസ്. ആനയെ കണ്ടപ്പോൾ എൻ്റെ ഇതൊന്ന് ആ സംഭവേ ഇത് കാട്ടാനേ അല്ല കേട്ടോ. ഇത് തടി പിടിക്കുന്ന ആനസാണ് കേട്ടോ. തടി പിടിക്കുക എന്തോ വാച്ചർമാർ കൊണ്ടു കിടക്കുന്ന ആന, താപ്പാനകളോ വല്ലതൊക്കെ ആയിരിക്കും. ഒരു നിമിഷം ഞാനൊന്ന് പകച്ചു പോയി. ആനയാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാട്ടിൽ കയറി കാട്ടാനയെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്, വേറൊന്നുമില്ല കേട്ടോ. പക്ഷെ വെറുതെ ആയിരുന്നു. അത് കാട്ടാന അല്ലായിരുന്നു ഗൈസ്. അത് കാട്ടാന അല്ലായിരുന്നു. പാറു ശരിക്കും പേടിച്ചു പോയി. കാരണം അകത്തോട്ട് കയറിയ സമയത്ത് തന്നെ ഒരു കൂട്ടം ആനകൾ രണ്ട് സൈഡിലും ഒക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ, അത് കാട്ടാനകളാണെന്ന് വിചാരിക്കുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് ശരിക്കും അത് ഭീകരമായി പോയി. ഒരു നിമിഷം ചങ്ങൊക്കെ ഒന്ന് വിടഞ്ഞയ്യോ ഞാൻ ആലോചിക്കും. പക്ഷെ തൊട്ടപ്പുറത്തെ വാച്ചർമാരൊക്കെ ഗേറ്റിൻ്റെ പുറത്ത് നിൽപ്പുണ്ട്. അതൊന്നും ഞാൻ ചിന്തിച്ചതേ ഇല്ല. ഹമ്പുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ, ഹമ്പുകൾ. ആ റോഡിലൊക്കെ ആനപ്പിണ്ടങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ട്. കാട്ടാനയുടെ ആണോ അതോ വാച്ചർമാർ കൊണ്ടു കിടക്കുന്ന ആനയുടെ ആണോ എന്ന്. മാനും അടിയാ മാനെ കണ്ട. ഇവിടെ വണ്ടി നിർത്താനുള്ള പെർമിഷൻ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ പാർക്കിങ് പറ്റത്തില്ലെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഞാൻ വീഡിയോയിൽ പറയുകയും ചെയ്തു. ഞാൻ എന്താണെന്നല്ല, കാട്ടുമൃഗങ്ങൾ ഇങ്ങനെ കാട്ടിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. അല്ല ഒന്നുമില്ല, വാലനല്ല, സിംഹവാലനല്ല. എന്നുവെച്ചാൽ മുഖമൊക്കെ നല്ല വെള്ള. ഓടിപ്പോകുന്നു നോക്കിയേ ഗൈസ്, ഭയങ്കര സ്പീഡ് ഓടിപ്പോകുന്നു നോക്കിയേ. സാധാ കുരങ്ങ കേട്ടോ, സാധാ കുരങ്ങ. എൻ്റെ ഫേസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് സിംഹവാലൻ കുരങ്ങായിരിക്കുന്നു കേട്ടോ. ഇത് സിംഹവാലനല്ല, സാധാ കുരങ്ങാണ്. പക്ഷേ മുഖത്തിൻ്റെ ആ ഒരു രോമത്തിൻ്റെ കളർ ഭയങ്കര നല്ല കളർ ഷെയ്ഡ് ഉണ്ടായിരുന്നു സിംഹവാലിനോട്ട് സാമ്യമുള്ള. അവിടൊരു തള്ളമാനും അതിൻ്റെ കുട്ടിയും കൂടെ ഉണ്ട്. നിങ്ങൾക്കത് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും സൂം ചെയ്ത് ഫോട്ടോ ഞാൻ എൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, കാണാൻ പറ്റിയില്ലെങ്കിൽ. കുഞ്ഞമ്മാനും തള്ളയുടെ കൂടെയൊക്കെ നടക്കുന്ന കാഴ്ച, കാട്ടിനകത്തോടെ നടക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ. വലിയ ആനയും പുലിയൊന്നും കണ്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്ന അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്താ ഒരു സന്തോഷം, ആ ഒരു ഭംഗി. പക്ഷേ കാട്ടിൽ അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. കാരണം അവർ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കുകയൊന്നും ചെയ്യാതെ അവർ അവരുടേതായിട്ടുള്ളൊരു ആക്ടിവിറ്റീസിലൂടെ ജീവിക്കുന്ന ആ ഒരു ആക്ടിവിറ്റീസ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.
ചുമ്മാ അല്ലല്ലോ ആ പുള്ളിക്കാരെങ്ങനെ പറഞ്ഞത്, ഡോണ്ട് പാർക്ക് വെഹിക്കിൾ. ഇവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്നു വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാമല്ലോ, പാർക്ക് ചെയ്യാമല്ലോ. സ്റ്റോപ്പ് ചെയ്തിട്ട് മൃഗങ്ങളെ കണ്ട് ആസ്വദിച്ചിട്ട് പോവാമല്ലോ. ഞാൻ നിർത്തും. കാട്ടാനെ സ്പോട്ട് ചെയ്തു, കാട്ടാനെ സ്പോട്ട് ചെയ്തു. ഗൈസ് കാട്ടാന, ഗൈസ് ഗൈസ് കാട്ടാന, ഗൈസ് കാട്ടാന, ഗൈസ്. ഭഗവാനീ, ഒരുപാട് നേരം നിർത്തുന്നില്ല. കൊമ്പനാണ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഗൈസ്. ലൈഫിൽ ആദ്യമായിട്ട് ഒരുപാട് ഫോറസ്റ്റ് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് ഞാൻ കാട്ടാനെ സ്പോട്ട് ചെയ്തു ഗൈസ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആനയെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു മൃഗത്തിനെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ കാണത്തില്ല. കാണാൻ പറ്റത്തില്ലെന്ന് തീർത്തങ്ങ് വിശ്വസിക്കുക, എന്നിട്ടങ്ങ് ഇറങ്ങി പുറപ്പെടുക. കാണുന്നിടത്ത് എല്ലാം ആ മൃഗങ്ങളായിരിക്കും, നോക്കിക്കോണം. മാനിനെയാണ് നമുക്ക് സ്പോട്ട് ചെയ്തത്. കുറേ ദൂരം ഓടി വന്നു. ഈ പ്രാവശ്യം മാനിനെ കുറച്ച് അടുത്ത് കാണാൻ പറ്റി. പുള്ളിക്കാരൻ നമ്മളെ തന്നെ നോക്കുന്നുണ്ടോ? മാനാണ് ഇവിടെ കൂടുതലും ഉള്ളത് കേട്ടോ, റോഡ് സൈഡിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. മാനയും കുരങ്ങന്മാരും. ആനയെ നമ്മൾ ഒരെണ്ണേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് പോകുന്ന ഒരു ഫീലുണ്ടല്ലോ, ഇതിനകത്തൂടെ ഇങ്ങനെ പോവാം. എല്ലാം ഒരു ഫീലല്ലേ. ആ ഒരു ഫീലിന് വിലയില്ലെങ്കിൽ ഞാനിന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങിയേനെ, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയേനെ. അത്യാവശ്യം എവിടെയെങ്കിലും നല്ലൊരു സീനറി ഉള്ള സ്ഥലത്ത് നിർത്താമായിരുന്നു. ഇവിടെ നിർത്തണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ് എന്തിൻ്റെ ആണോ എന്ത്, ഫോറസ്റ്റ് ഓഫീസറിൻ്റെ വല്ലതും ആണെങ്കിൽ ശോകമായിരിക്കും. ഗവൺമെൻറ് പ്രൈമറി ഹോസ്പിറ്റൽ പറയാൻ പറ്റുമോ? ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. കൊച്ചു കുട്ടികളുടെ ഒരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ വരുന്ന വഴിയിൽ കണ്ടു. എന്നാൽ ഒരു ഇതോ നോക്കിയോ, വല്ല സിംഹം ഉണ്ടോ എന്തോ അവിടെ. എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്ന് നിർത്തിയിട്ട് പോകാമെന്ന്. തണലൊന്നും ഇല്ല, അതാണ് ഒരു വിഷമം. കാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തണൽ വേണം. പക്ഷെ ആ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. സിംഹമൊക്കെ ഇറങ്ങി വരും. നമ്മുടെ ഡിസ്കവറി ചാനലിനകത്തെ ഈ സിംഹമൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമുണ്ടല്ലോ, അതേപോലെ ഉണ്ട്. ഇവിടെ ഒരുപാട് ബസ്സുകളൊക്കെ നിർത്തിയിട്ടേക്കുന്നു. ഇവിടുന്ന് ഇവിടെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടി വരും. ഇവിടെ നമുക്ക് വലത്തോട്ട് കയറി പോകണം, ഊട്ടിയിലേക്ക്. ഇവിടെ നിന്ന് വലത്തേക്കാണ് നമുക്ക് തിരിയേണ്ടത്, ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ വലത്തേക്ക് തിരിയാണ്. നേരെ പോയാൽ എങ്ങോട്ടൊക്കെയാണ്? വെഹിക്കിൾ പാർക്കിംഗ് ഏരിയ. ഇവിടെയൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റിസോർട്ടിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അകത്തല്ല, റോഡ് സൈഡിലല്ല, അകത്താണ് പാർക്കിങ്. ആംബുലൻസ് നിർത്തിയിട്ടേക്കുന്നത്. ഇവിടെ ഒരു ബെൻഡിയൻ റിസോർട്ട് എന്ന് പറഞ്ഞ, അല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചെറിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ പുഴയ്ക്കകത്ത് മുങ്ങി ഇറങ്ങരുത്, ആഴം കൂടുതലാണെന്നുള്ള സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൈസ് പ്ലേസ് ആണ്. നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഒതുക്കട്ടെ, കുറച്ച് നേരം ഒന്ന് ഇറങ്ങി നിൽക്കണം. കുറേ നേരമായി ട്രാവൽ തുടങ്ങിയിട്ട്. സീനറി ഉള്ളിടത്തൊക്കെ വണ്ടി നിർത്തണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, സ്ഥലമില്ല. നമുക്ക് സ്ഥലവും കൂടെ വേണമല്ലോ. പുറകിലൊരു കാറുകാരൻ, അവന് ഭയങ്കര ധൃതി, അവനെ കയറി വിടട്ടെ. ഇവിടെ ഇച്ചിരി തണൽ കിട്ടി, ആ കാറുകാരെ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ പിന്നെ നമ്മൾ അയാളുടെ സ്ഥലത്ത് കൊണ്ടുവച്ച് നിർത്താമെന്ന് വിചാരിച്ച്. ഇവിടെ കുറച്ച് നേരം നമുക്ക് നിർത്തിയിടാം. സുഖസ്വസ്ഥ സുന്ദരം. അമ്മേ അളിയ, അവിടെ മാനുണ്ട് അളിയ, ഇറങ്ങ്. അവിടെ മാൻ നിൽക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട് മാൻ ചേട്ടാ. കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ വീണ്ടും റൈഡൊക്കെ ഇങ്ങ് സ്റ്റാർട്ട് ചെയ്തു.
പിന്നെ കാര്യമായിട്ടുള്ളതൊന്നും കണ്ടില്ല കേട്ടോ. ഇത് മാന മാത്രമേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ എനിക്ക് കടുവയും ആനയും കരടിയൊക്കെ കാണുമ്പോൾ കൊതിയാവുക. നേരിട്ടൊരു കടുവയെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ചെറിയൊരു വിഷമമുണ്ട്. ദൂരക്കട പോകുന്നെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ കാര്യം നൂറ് പറഞ്ഞാൽ ഈ കാടിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ട് കേട്ടോ. അത് എത്ര പറഞ്ഞാലും നമുക്ക് എന്താ മതിയാവത്തില്ല. വർണ്ണിക്കാൻ വാക്കുകളില്ല. മാത്രം ഇംഗ്ലീഷിൽ, ബാക്കിയെല്ലാം തമിഴിൽ. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലായി. ഓ, കുപ്പിയുണ്ടോ, സെൽഫി, കാട്ടുതീ. ഫോറസ്റ്റിൻ്റെ വാച്ചർമാരൊക്കെയാണ് കേട്ടോ. അവർ മുളയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏർമാടം വല്ലതും കെട്ടാനുള്ള പരിപാടി ആയിരിക്കും. വേണ്ട 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 വേണ്ട. ജീപ്പ് റൈഡ് പോകണോ? എത്ര രൂപയാവെന്ന് ചോദിച്ചാൽ ജീപ്പിൽ റൈഡ് പോകണോ? എന്തായാലും വന്നതല്ലേ, എത്ര രൂപയാവുമെന്ന് ചോദിച്ചാലോ? വേണോ? വേണ്ടല്ലേ? അതൊക്കെ സ്ഥിരമായിട്ട് വണ്ടി പോകുന്ന സ്ഥലത്തൊക്കെ കൂടി പോയൊരു ആനയെ കണ്ടെന്നിരിക്കും. നട്ടുച്ചയ്ക്കൊക്കെ ഏത് മൃഗത്തെ കാണാനാണ്. ഇതാണ് മസിനഗുഡി. മസിനഗുഡി എത്തി നമ്മളിങ്ങനെ. മസിനഗുഡി ടൗണ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അവിടെ ഈ റൂട്ടൊക്കെ പൊളിയാണ്. ഒരേ പൊളിയും. ഓ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആനിമൽ സൈറ്റിങ്ങിൻ്റെ ഒരു പോരായ്മ, എനിക്കൊരു കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ റൂട്ടൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ. എത്ര അമ്പ രക്ഷയില്ല. എത്ര മാമ്പഴത്തറ പോയാലും ഈ ഒരു ഫീൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ല. കാരണം അച്ചൻകോവിൽ ഫോറസ്റ്റ് പോലും ഇതിൻ്റെ 10-ലൊരു ഫീല് കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. കാഴ്ച, രണ്ട് സൈഡിൽ എന്തോ പൂക്കളുള്ള ഒരു മരമാണ് കേട്ടോ. വിടർന്നിങ്ങനെ കിടക്കുന്നതാണ് രസമുണ്ട്. ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ പൂക്കളിങ്ങനെ വീണ് കിടപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു ഹമ്പ്. ഓ, നല്ല രസമുണ്ട്. ഒരു ഫീലാണ് ഇതിനെ കൂടെ വണ്ടി ഓടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞാൽ. ഫീല് ഇതൊക്കെ കാണണം. ഇതൊക്കെ നേരിട്ട് കാണാതെ ഞാൻ ചത്തുപോകായിരുന്നു. എന്തോ ഇത് തന്നെ എൻ്റെ ഭഗവാനെ. പബ്ലിക് ടോയ്ലറ്റ്സ് 200 മീറ്റേഴ്സ്. വീണ്ടും മനോഹരമായൊരു കാഴ്ചയാണ്. ഒറ്റ റോഡ് തന്നെ ഓരോ കുറച്ച് സ്ഥലങ്ങൾ കഴിയുന്നതോറും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. നോക്കി, രണ്ട് സൈഡിലും ഒരു പ്രത്യേക തരത്തിലുള്ള എന്തു മരമാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. നെല്ലിയാണെന്നോ? നെല്ലിയല്ല, നാരകമാണോ അറിയാൻ വയ്യ. എന്തുമായാലും നല്ല രസമുണ്ട്. നടുക്ക് റോഡ്, അങ്ങേയറ്റത്തെ മല, രണ്ട് സൈഡിലും നല്ല ചെറിയ ഒരേപോലുള്ള മരങ്ങൾ. ഹോണോടൊക്കെ അടിച്ച് ആഹാ. അയ്യോ, ഇത് ചെറുതാണ്. അയ്യോ, അല്ല, വലിയ വണ്ടി വരുന്നു. വണ്ടി ഇവിടെ നിർത്താൻ പറ്റത്തില്ല. നിർത്തിക്കഴിഞ്ഞാൽ പുറമോട്ട് ഉരുണ്ട് പോവും. ഹെയർ പിന്നുകൾ. ഹെയർ പിന്ന് കയറിയല്ലേ നമ്മൾ ഊട്ടിക്ക് പോകുന്നത്. ഊട്ടി മുകളിലല്ലേ. ഡ്രൈവ് ഉള്ള സെക്കൻഡ് ഗിയർ എന്ന് വരെയൊക്കെ എഴുതി വെച്ചേക്കുന്നു. ഇത് സെക്കൻഡ് ഇട്ടിട്ടും കാര്യമില്ല, ഫസ്റ്റ് തന്നെ വേണ്ടി വരും. ഫസ്റ്റ് ഇട്ടാലേ ഒരു സുഖമുള്ളൂ, എന്നിട്ട് സെക്കൻഡിലോട്ട് മാറ്റണം. ഇപ്പോൾ ഓക്കെ, ഇനി തേടിടാം.
കിടിലമാണ് മോനെ. ഞാൻ ഇതുവരെ ഊട്ടി പോയിട്ടില്ല കേട്ടോ. റൂട്ടും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ല. എല്ലാം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാം ആ യൂട്യൂബിലും ഇൻസ്റ്റയിലും വന്ന ആ ഒരു ഒറ്റ വോയിസ് കാരണം. എന്നെപ്പോലെ എത്ര ആൾക്കാരുണ്ടല്ലേ. ഓ നല്ല തണുപ്പ് ഇപ്പോൾ തന്നെ. മരങ്ങളുടെ തണൽ വന്നപ്പോഴേ അയ്യോ ഹെയർ പിന്നാന്ന് തോന്നുന്നു. വൈഡ് റേഞ്ച് വൂളൻ കളക്ഷൻസ്. ഭഗവാനെ, മേളി പമ്പ് കാണുമായിരിക്കുമല്ലോ അല്ലേ? താഴേന്ന് ഞാൻ പെട്ടുപിടിക്കാൻ മറന്നുപോയി. നോൺ ഏതാണ്ടൊക്കെ എഴുതി വെച്ച് വായിക്കാനുള്ള സമയം പോലും ഇല്ല. മേലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുക. എത്ര ഹെയർപിൻ ഉണ്ടെന്നറിയാൻ പറ്റില്ല. ഇവിടെ കുറച്ച് ടീംസ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. റൈഡേഴ്സ്. ഓ കയറി പോകാൻ പെട്ട പാട് എനിക്കറിയാം. അവന്മാർ സൈഡിൽ കൊണ്ട് വെച്ചോണ്ടേ ഞാനിങ്ങോട്ട് വീശി എടുക്കാൻ പറ്റില്ല. ഞാനിവിടെ മറിഞ്ഞു വീണാൻ ഷോകോടിയായി പോയി. വലിയ പാടാണ്. ഓ ഹെവി ഡേഞ്ചറസ് ആണ് മോനെ, ഹെവി ഡേഞ്ചർ. ഓ ത്രില്ലിങ്. വീഴാൻ പോയപ്പോഴത്തേക്ക് ത്രില്ല് കൂടി. എന്താ ചെയ്യുക, ഈ വരുന്ന കാറുകാരന്മാരെ സ്ലോ ചെയ്യത്തൊന്നുമില്ല. നമുക്ക് കാല് കുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. നമുക്ക് വീശി നീട്ടിയെടുക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. സമാധാനത്തിൽ കയറി പോകാനേ പറ്റത്തുള്ളൂ. ഇത്രയും നാൾ കയറിയിട്ടുള്ള പോലൊന്നുമല്ല. ഇറങ്ങി വരുന്നവന്മാരൊരു മനസ്സാക്ഷി ഇല്ലാത്തതാണ് ഇറങ്ങി വരുന്നത്. കാറുകാരാണെങ്കിലും അവർ ഇറങ്ങി വരികയില്ല. അവർ കയറേണ്ട പാടം അവന്മാർക്ക് അറിയത്തില്ലല്ലോ. ഒന്ന് ഒതുക്കി സ്ലോ ഏരിയോ മാനു ഒരു സപ്പോർട്ടില്ല. ബൈക്കാണ്, കാറല്ല. അപ്പം ആ ഒരു പരിഗണന നമുക്ക് തരണ്ടേ. നമുക്ക് ഇത്രയെങ്കിലും ഓടിച്ചെടുത്തെങ്കിലേ ഇങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഓരോ സ്ഥലത്തും മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കിയിട്ട് വളരെ സാവധാനം വേണം മുകളിലോട്ട് കയറി വരാൻ. ഗൈസ് ഒരു രക്ഷയില്ലാത്ത കയറപ്പിനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ചത്ത് പണ്ടാരം അടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഊട്ടിയും കൊണ്ടാ ഇങ്ങോട്ട് ഒറ്റ റോഡല്ലേ ഉള്ളൂ. അയ്യോ, നമ്മൾ സൈഡ് ചേർത്ത് എപ്പോഴും എടുക്കുക. അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യരുത്. വളവിൻ്റെ ആ ഒരു കോർണറിലോട്ട് കൊണ്ടുപോയി ചെയ്യരുത്. കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെറിയ ഹെയർപിനൊക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മുടെ ബൈക്ക് സ്മൂത്തായിട്ട് കയറിയും ഇറങ്ങും. ആ ഒരു പരിചയം വെച്ചിട്ട് വലിയ ഹെയർപിൻ്റെ അടുത്തോട്ട് ആ ഒരു അങ്ങേയറ്റത്തെ ഒരു കോർണറിൽ പോകരുത്. പോയി കഴിഞ്ഞാൽ വണ്ടി കയറണം. കയറാതെ പെട്ട് കഴിഞ്ഞാൽ വണ്ടി മറിയും. 36 ഹെയർപിനാ, 36. ആണോ? ഇനി 13 ഉണ്ടോ? ഭഗവാൻ എനിക്ക് വയ്യ. ഹെയർപിന് കയറി ഞാൻ ചത്ത്. ഓപ്പോസിറ്റ് വണ്ടി ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരന്മാർ ഹെയർപിന്നെ ഓട്ടിച്ച് പരിചയമില്ല. ഇവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓട്ടിക്കത്തില്ല. ഒരു വണ്ടി കയറി വരുന്ന ഹോണടി കേട്ട് കഴിഞ്ഞാൽ സ്ലോ ചെയ്ത് ഡൗൺ ചെയ്ത് അവിടെ നിർത്ത്. അതില്ല, അവർ ആ ഒരു സ്പീഡ് ഇറങ്ങി വരിക. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. കാറാണെങ്കിൽ ഓക്കെ, അവിടെ നിർത്താം, ചവിട്ടി നിർത്താം, അങ്ങ് എടുക്കാം. പക്ഷേ ഇതൊരു രക്ഷയില്ല കേട്ടോ. ബൈക്കിൻ്റെ കാര്യം ഇങ്ങനെയുള്ള കേസിൽ ബൈക്ക് പെട്ടുപോകും. എന്തായാലും കയറുന്നതനുസരിച്ച് തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ പൊരി വെയിലാണെങ്കിൽ കാണാം, നല്ല വെയിലുണ്ട്. പക്ഷെ വെയിലത്തും നല്ല തണുപ്പ് ഓരോ ഹെയർപിൻ കയറി മുകളിലോട്ട് വരുമ്പോഴും തണുപ്പ് ഇങ്ങനെ കൂടി വരിക. നെവർ ഓവർടേക്ക് അറ്റ് ബ്ലൈൻഡ് കർവ്സ്. എനിക്ക് ആരെയും ഓവർടേക്ക് ചെയ്യണ്ട, എനിക്കത് മുകളിലോട്ട് കയറി എത്തിയാൽ മതി. ഫസ്റ്റിലൊക്കെ ഇട്ട് നീട്ടി പിടിച്ചെടുക്കുന്ന
സംഭവം FC കയറി പോവും. എൻ്റെ ലോഡുണ്ട്, ബാഗിനകത്ത് അത്യാവശ്യം ലഗേജ് ഉണ്ട്, അത്യാവശ്യം ലോഡ്, ബാഗിൽ ലോഡ്, ബാഗിൽ പില്ലിയനുണ്ട്, വൈഫുണ്ട്. അപ്പോൾ 3 പേരെയും വെച്ച് 150 cc കയറി വരണമല്ലോ. അതിൻ്റെ ഒരു സ്ട്രഗിളിങ് ആണ്, അല്ലാതൊന്നുമില്ല. വണ്ടി മോശമാണെന്നൊന്നുമില്ല, വണ്ടിയൊക്കെ പക്കയാണ്. വ്യൂ ഒക്കെ അപാര വ്യൂ. ഊട്ടിയിൽ ആപ്പിൾ എവിടെ കിട്ടുമെന്ന് പറയണം. പണ്ട് ഞാൻ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൂറ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയില്ല, ബാക്കിയുള്ളവരൊക്കെ പോയിട്ട് ഊട്ടിയിൽ ആപ്പിളാണെന്നും പറഞ്ഞ് കുറേ ചെറിയ ആപ്പിളൊക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നു. ടേസ്റ്റ് വ്യത്യാസം എനിക്ക് വല്ലാട്ടൊന്നും തോന്നിയില്ല. എന്നാൽ ഊട്ടിയിൽ ആപ്പിളെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കുറേ തിന്നായിരുന്നു. കുറച്ചുകൂടെ മുമ്പോട്ട് പോട്ടെ. അക്കോണി, ഊട്ടി നേരെ, അക്കോണി താഴെ. നമുക്ക് നേരെ പോവാം. ഊട്ടി എയർപിന്നുകൾ മാത്രമേ ഉള്ളൂ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ളത് കേട്ടോ. അവിടെ വീടുകൾ ഇരിക്കുന്നുണ്ട്. അവിടെ ആ വീടുകൾ ഇരിക്കുന്നു നോക്കിയേ, പല കളറിൽ, പല പെയിൻറ്റ് സ്കീമിൽ. എൻ്റെ മോനെ എന്ത് രസം! അയ്യോ അടിപൊളി! ആ ഒരു വ്യൂ നോക്കിയടാ. എന്നാ വ്യൂ നോക്കിയേ. അഞ്ചാമത്തെ ഹെയർ പിൻ 35 ഹെയർ പിൻ ഞാൻ കയറി. കുറേ കൂടെ ഹെയർ പിന്നൊക്കെ കഴിഞ്ഞില്ലേ, കുറേ കൂടെ മുകളിലോട്ട് പോയി നോക്കട്ടെ അവിടെ എന്താ ഉള്ളതെന്ന്. കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ നല്ലൊരു കാഴ്ച കണ്ട്. വേറെ നല്ല കുതിര സവാരിക്കുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരു ചുമട് കുതിര ഇവിടെ ഗ്രൗണ്ടിൽ കിടക്കുന്നു, കടക്കല്ല നിൽക്കുന്നു. ഉണ്ടല്ലോ ഗ്രൗണ്ട് ഉണ്ടോ? അയ്യോ കാളയോ? കാളയല്ല, മറ്റേ എരുമയോ? ഒരു ചുമട് കുതിരയും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ. ഞാൻ ഇവിടെ നിന്ന് വണ്ടി ഒതുക്കിയിട്ട് കാണിച്ചു തരാവേ. ഇവിടെ ഞാൻ വണ്ടി ഒതുക്കാൻ പോവാ. എൻ്റെ ഭഗവാനെ കൃഷ്ണമുകുന്ദ ജനാർദ്ദന, ഇറങ്ങടി, ഇറങ്ങ. ഹെയർപ്പിനല്ല, പൈൻ കാടാട്ടോ, പൈൻ. എൻ്റെ അമ്മേ, ഞാൻ ചത്തു ഗൈസ്. എൻ്റെ നിതംബങ്ങൾ, എൻ്റെ ഹസ്തങ്ങൾ, എൻ്റെ കാലുകളെല്ലാം പഞ്ചറായി പോയി. ഒന്നപ്പുറത്തോട്ട് ഇറങ്ങട്ടെ. ക്രോസ് ചെയ്ത് അവിടെ കുറേ എരുമകളുണ്ട്. പിന്നെ ഇങ്ങോട്ട് കുതിരകളെ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി കാണാൻ പറ്റും. ഇനി കുറച്ചുകൂടെ നടക്കണം. അതുകൊണ്ടാണ്. പിന്നെ അവിടം വരെ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. തലക്കുന്ത എന്ന് പറയുന്നൊരു സ്ഥലമാണിത്, ഊട്ടിയിലുള്ള തലക്കുന്ത. മസനഗുഡിക്ക് ഇവിടുന്ന് 68 കിലോമീറ്റർ ഉണ്ടോ? മസനഗുഡിക്ക് നമ്മൾ 68 കിലോമീറ്റർ ഓടി വന്നോ ഈ ഹെയർപ്പിനെല്ലാം താണ്ടി? അപാരം. എന്നെ സമ്മതിക്കണം, സത്യം പറയല്ല, നല്ല രീതിയിൽ കുഴഞ്ഞ് പണ്ടാറണങ്ങിപ്പോയി. കുതിര സവാരിയുടെ ആണോന്നറിയാം. അയ്യോ വയറൊക്കെ പൊട്ടിക്കിടക്കണം. നല്ല അപാര വ്യൂ ആണ് കേട്ടോ. വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലേ. ഈ വെയിലത്ത് നിന്നിട്ട് എനിക്ക് കിടുങ്ങുന്നു. അവളാണെങ്കിൽ അവിടെ നിന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കുമെന്ന് തോന്നുന്നു. അവൾ സ്റ്റാറ്റസിൻ്റെ ആളാണ്. കൈയൊക്കെ ഒരു പരുവായി. എൻ്റെ ഭഗവാനെ, എൻ്റെ കൈയെല്ലാം പണ്ടാറടങ്ങിപ്പോയി. ഞാനേ ഫുഡ് കഴിച്ചിട്ട് റൂമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സെറ്റായി ആക്കാൻ നോക്കട്ടെ. എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട്? ഭയങ്കര നടക്കുന്നത്. എനിക്ക് നടക്കുന്നില്ലല്ലോ. ഫുള്ള് സ്റ്റേ എവിടെയെങ്കിലൊക്കെ ഒപ്പിക്കട്ടെ. ഇന്നെന്തായാലും ഇവിടെ കൂടിയിട്ട് അത്യാവശ്യം കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ.